അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തിയറികളെ കുറിച്ച് പഠിക്കുന്നിടത്ത് സുലൂക്കിയും ബിനായിയും ചോദിക്കാറുണ്ട്. നളറിയത്ത് സുലൂക്കിയ ഉൽ ബിനായിയ. സുലൂക്കിയ എന്ന് പറയുന്നത് മുത്തറക്കസുൻ ഹൗലൽ മുഅല്ലിം, അത് ടീച്ചറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠന മാർഗമാണ്, അത് തിയറിയാണ്. അൽ ബിനായിയ എന്ന് പറയുന്നതോ അത് വിദ്യാർത്ഥിയെ, മുത്തറക്കസുൻ ഹൗലൽ മുതഅല്ലിം, അത് വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒന്നാണ്. മറ്റൊരു വിഷയം, സുലൂക്കിയയുടെയും ബിനായിയുടെയും അല്ലെങ്കിൽ ബനായിയുടെയും ചിന്തകന്മാർ, തിയറി രൂപീകരിച്ച ആളുകൾ വ്യത്യാസമുണ്ട്. അത് നോക്കാം. അസ്ഹാബു ഹാദിഹി നദ്രിയ ഹും ബൗലോ വറ്റുൻജാക് ഓസ്കിന്നർ വബൂഹ ജോബി വാട്സൺ. സുലുക്കിയ എന്ന് പറയുന്ന തിയറിയുടെ ചിന്തകന്മാർ ബൗലോയും തുൻജാക്കും സ്കിന്നറുമാണ്. എന്നാൽ ഫാദർ ഓഫ് ബിഹേവിയറിസം അഥവാ അബുൽ സുലൂക്കിയ എന്ന് പറയുന്നത് ജോബി വാട്സൺ ആണ്. ഇനി ബന്നായിയെ നോക്കുകയാണെങ്കിൽ അവിടെ ചിന്തകന്മാരായിട്ടുള്ളത് അസ്ഹാബു ഹാദിഹി നളറിയ ഹും പിയാഷെ ബ്രൂണർ ജോൺ ഡീവി വൈഗോസ്കി. പ്രധാനമായിട്ടും വൈഗോസ്കിയാണ് കൂടുതലായിട്ട് ഇതിൽ പ്രധാനിയായിട്ട് എണ്ണപ്പെടാറുള്ളത്. മറ്റൊരു വിഷയം, തതറക്കസു അല തക്ഫീഫി ബൈനൽ മുസീരി വൽ ഇജാബ ഹൈസു യതഅല്ലമുൽ ഫർദു സുലൂക്കുഹു മിൻ ഖിലാലി തഫാഉലി മഅൽ ബിഅ. ഇവിടെ സുലൂക്കിയിൽ വിദ്യാർത്ഥി വിദ്യ നേടിയെടുക്കുന്നത് ബൈനൽ മുസീരി വൽ ഇജാബ, ചോദക പ്രതികരണത്തിൻ്റെ ഫലമായിട്ടാണ്. അതായത് അധ്യാപകൻ ചോദന ഇട്ടുകൊടുക്കുന്നു, അതിന് കൃത്യമായ ഉത്തരം വിദ്യാർത്ഥി നൽകുന്നു, അതാണ് അതിൻ്റെ രീതി. കൂടുതൽ റോള് അവിടെ വിദ്യാർത്ഥിക്കില്ല എന്നതാണ്. ഹൈസു യതഅല്ലമുൽ ഫർദു സുലൂക്കുഹു മിൻ ഖിലാലി തഫാഉലി മഅ ബിഅതിഹി, അവൻ്റെ സ്വന്തം പ്രകൃതത്തിൻ്റെ ഇടപഴകുന്നതിലൂടെ അവൻ്റെ സ്വഭാവം അവൻ രൂപീകരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ബന്നായിയോ അല്ലെങ്കിൽ ബിനായിയോ ഹുവല്ലദീ യുബ്നാ മഅരിഫത്തുഹു ബിനഫ്സിഹി ബിഖ്തിബാറാത്തിൽ കസീറ മഅൽ ബിഅ. ഇവിടെ പ്രകൃതിയോടൊപ്പം ചേർന്ന് ഒരുപാട് പരീക്ഷണങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം അവൻ സ്വയം അവൻ്റെ അറിവുകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അധ്യാപകന് കൃത്യമായ റോൾ. സുലൂക്കിയിൽ സബ്ബുൽ മഅലൂമാത്തി ഫി അഖലി ത്വാലിബ്, വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ അറിവുകളെ അധ്യാപകൻ എന്ത് ചെയ്യാണ്, ചൊരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബന്നായിയിൽ അദമു സബ്ബുൽ മഅലൂമാത്തി ഫി അഖലി ത്വാലിബ്, വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ മഅലൂമാത്തുകളെ ചൊരിഞ്ഞു കൊടുക്കുന്നില്ല, അവൻ സ്വയം അതെന്ത് ചെയ്യണം, പ്രകൃതിയോട് ചേർന്ന് അത് നേടിയെടുക്കേണ്ടതാണ്. അധ്യാപകൻ അവന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും എന്നത് വാസ്തവം തന്നെ. അപ്പോൾ സുലൂക്കിയുടെ വിഷയത്തിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ട് അത് അധ്യാപകൻ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വിദ്യാർത്ഥികൾ അത് പഠിച്ചെടുക്കുക, അത് റിസൾട്ട് ഉണ്ടാക്കുക, എക്സാമിനാണെങ്കിൽ അങ്ങനെ. എന്നാൽ ബന്നായിലേക്ക് വരുമ്പോൾ അതേ ചിത്രം തന്നെ കാണിച്ചു കൊടുക്കുന്നു, അതിനെക്കുറിച്ച് വിദ്യാർത്ഥികളോട് അഭിപ്രായം ചോദിക്കുകയും വിദ്യാർത്ഥികൾ തന്നെ അതിനെ ചിന്തിക്കുകയും ആ ചിന്തയിലൂടെ അവർ തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുകയും അവർ അതിനെ റിസർച്ച് ചെയ്യുകയും അങ്ങനെ അവർ കൃത്യമായ അവലോകനത്തിനൊടുവിൽ അവർ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്ന രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആവും എന്നതാണ് യാഥാർത്ഥ്യം. അതിന് അൽ മഅരിഫിയ കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത് അത് മുതറക്കിസുൻ ഹൗലൽ മുതഅല്ലിമി, അത് വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് തന്നെ നടക്കുന്നതാണ്. പക്ഷേ അധ്യാപകന് ചെറിയ റോളുണ്ട്. മറ്റൊന്ന് അൽ ബന്നായിയ അൽ ഇജ്തിമാഇയ മുതറക്കിസുൻ ഹൗലൽ മുതഅല്ലിമി, അത് വിദ്യാർത്ഥിയെ കേന്ദ്രീകൃതമായിട്ടുള്ള തിയറിയാണ്. വസ്ഹാബ് ഹാദിഹി നദ്രിയ ഹും പിയാഷെ ബ്രൂണർ, മഅരിഫയുടെ ചിന്തകന്മാർ അത് പിയാഷെയും ബ്രൂണറുമാണ്. എന്നാൽ അൽ ബന്നായി അൽ ഇജ്തിമാഇയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് വൈഗോസ്കിയാണ്.
ഇനി മഅരിഫ ഹുവല്ലദി യുബ്ന മഅരിഫത്തുഹു ബിനഫ്സിഹി ബിത്തർക്കീസി അലൽ ഇൽമിയാത്തിൽ അഖലിയ്യ വത്തഫ്കീർ. ഇവിടെ വിദ്യാർത്ഥി അറിവുകൾ നേടിയെടുക്കുന്നത് ചിന്തയിലൂടെയും ബുദ്ധിപരമായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ്, കേന്ദ്രീകൃതമായിട്ടാണ് സ്വയം വിദ്യാർത്ഥി അറിവ് നേടിക്കുകയാണ്. എന്നാൽ അധ്യാപകൻ്റെ റോള് അവിടെ ഉണ്ട്, അത് ഒട്ടും അന്യമല്ല. ബനയ്യ ഇജ്തിമാഇയിലെ ഹുവല്ലദി യുബ്ന മഅരിഫത്തുഹു ബിനഫ്സിഹി ബിത്തഫാഉലിൽ ഇജ്തിമാഇ മിൻ ഖിലാലി തആമുൽ ഖാരിജി. ഇവിടെ വിദ്യാർത്ഥി തീർത്തും സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. സമൂഹത്തിൽ പുറത്തേക്ക് ഇറങ്ങി അവിടെ വ്യവഹാരങ്ങൾ നടത്തി, സംവേദനങ്ങൾ നടത്തി, പെരുമാറ്റങ്ങൾ നടത്തി, അതിലൂടെ സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥി സ്വയം അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. മഅരിഫയിൽ പറയുന്നത് പോലെ തന്നെ അദമു സ്വബിൽ മഅലൂമാതി ഫി അഖലി ത്വാലിബ്, വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ അറിവിനെ ചൊരിഞ്ഞു കൊടുക്കുന്നില്ല, മറിച്ച് ഒരു തോട്ടിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അത് വിദ്യാർത്ഥി അത് ചിന്തിച്ച് ബുദ്ധിയിൽ അത് വികസിപ്പിച്ചെടുത്ത് ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ബനയിൽ ഇജ്തിമായിലും അങ്ങനെ തന്നെയാണ്. അദമു സ്വബിൽ മഅലൂമാതി ഫി അഖലി ത്വാലിബ്, വിദ്യാർത്ഥിയുടെ ബുദ്ധിയിലേക്ക് അറിവിനെ ചൊരിഞ്ഞു കൊടുക്കുന്നില്ല, മറിച്ച് അവൻ തന്നെ അവൻ്റെ സാമൂഹിക ഇടപഴകലിലൂടെ നേടിയെടുക്കുന്ന അറിവാണത്. തെറ്റുകളുണ്ടാകും, അത് തിരുത്തുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.